ഉണങ്ങിയിട്ടാ നമ്മള് വലിയൊരു ഷീറ്റിലുണ്ടായ മഞ്ഞളാണ് ഇത്. ഇത്രയ്ക്കായി മഞ്ഞൾ. ഇനി നമുക്കിത് പൊട്ടിക്കണം. അത് നമ്മള് വെയിൽ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് വെയിലിടാന്ന് വിചാരിച്ചു. അത് ചൂടാക്കിയിട്ട് കൊണ്ടു കൊടുക്കാറുണ്ട്. അത് നമ്മളിവിടെ മഞ്ഞൾ പൊടിപ്പിക്കുമ്പോ നമ്മള് വെള്ളം മുളകോ മല്ലിയോ എവിടെയെങ്കിലും ഒന്നും കൂടി പൊടിപ്പിക്കണം. അത് നമ്മള് കുറച്ച് ഓരോ കിലോ വെച്ചിട്ട് മല്ലി വാങ്ങിച്ചിട്ടുണ്ട്, മുളകും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മളത് ഒന്ന് മഞ്ഞളൊന്ന് പൊഴിഞ്ഞ് നമ്മളൊന്ന് ഉണങ്ങി തുടങ്ങുന്ന സമയത്ത് നമ്മുടെ തടയുണ്ടല്ലോ, തട നമ്മളത് രണ്ടായിട്ട് മുറിച്ചിടണം. എന്നാലാണ് നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടുള്ളൂ. ആ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. നമ്മള് ഒരു പാതി ഉണക്കം ആയി കഴിഞ്ഞപ്പോ നമ്മൾ ഇത് തട മുറിച്ചിട്ടു. പാതി ഉണക്കല്ല, ഒന്ന് വെള്ളം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തട മുറിച്ചിടണം. അതിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും തട ഉണങ്ങി കിട്ടാനായിട്ട്. കുറച്ച് കട്ടിയുണ്ടല്ലോ, അത് കുറച്ച് വലിയ തടിയുള്ളതല്ല, അതുകൊണ്ടായിരിക്കാം. മല്ലിയൊക്കെ നമ്മൾ വെള്ളത്തിൽ കഴുകി ഉണക്കാനിതാണ്. ഇത് 2 ദിവസം ഉണങ്ങിയതാണ്. പിന്നെ എല്ലാം കൂടിയിട്ടൊന്ന് കൊണ്ടുപോയി നമുക്ക് പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്നത്തെ ദിവസത്തേക്ക് മാറ്റി വെച്ചത്. രാവിലത്തേക്കുള്ള ദോശ ഉണ്ടാക്കി വേണ്ടി വന്നേക്കുണ്ട്. നമുക്കിപ്പോൾ റാഗി ദോശയാണ് രാവിലത്തേക്ക്. റാഗി ദോശയും തേങ്ങ ചട്നിയാണ്. നമുക്കത് ചൂടാം. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാനാണ്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ പയറിന് നനയ്ക്കാൻ പോകാനായിട്ട്. വെയിൽ വരുമ്പോഴേക്കും നമുക്ക് നനയ്ക്കണം. അപ്പോൾ വേഗം വീട് നനയ്ക്കണം. വേഗം കഴിക്കട്ടെ ഇടാം. ഒരാൾ എനിക്ക് വന്നിട്ടുണ്ട്. ചാണകം എടുത്തിടണം കേട്ടോ. അതിന് നമ്മൾ ആഴ്ചയിൽ ചാണകം ഇടുന്നുണ്ട്. അപ്പോൾ ചാണകം ഇടുന്നതാണ് നന്നായിട്ട് പയറുണ്ടാവുന്നത്. നമുക്ക് ചാണകം കൂടി ഇടണം. നമ്മുടെ മുളകും മല്ലിയും മഞ്ഞളൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പൊടിപ്പിക്കാൻ പോവാണ്. നമ്മൾ രാവിലെ വെയിലത്തിട്ടിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് വെയിലത്ത് കൊണ്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. പിച്ചോളോട്ട് എവിടെ ഉണ്ട്? മുഖം പൊന്തിച്ചു പിടിച്ചോ. നമ്മള് മഞ്ഞൾ പൊടിപ്പിക്കാൻ കൊണ്ടുപോകുന്ന സമയത്താണ് തന്നത്. ഇത് അങ്ങനെ തന്നെ പൊടിപ്പിക്കാൻ പറ്റില്ല. ഇതിന്റെ പൊടിയുണ്ട്. അത് നമ്മളൊന്ന് കൈ കൊണ്ടൊന്ന് ഞെരടി ഇതാക്കിയിട്ട് നമ്മളൊന്ന് ചേച്ചി കളഞ്ഞിട്ട് വേണം അത് കൊണ്ടുപോകാൻ. അപ്പോൾ അത് ചെയ്യാൻ നമ്മൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. വേഗം തന്നെ കവറിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ വീണ്ടും ചെയ്യുവാണ് കേട്ടോ. ഇപ്പോൾ അല്ലേ പൊടിയുണ്ട്. അപ്പോൾ നമ്മൾ മുളക്കിട്ട് ചേച്ചിട്ടായിരുന്നു. ചേച്ചി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മളിത് സഞ്ചിയിലാക്കുവാണ്. താഴ്ത്തിക്ക് വയ്ക്കണം. ചെമ്പോട്ട്
അപ്പോൾ ഇതേ നമ്മൾ മഞ്ഞളൊക്കെ പൊടിപ്പിച്ച് വരുവാണ്ടാ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക കേട്ടോ. അപ്പോൾ ബൈ.